ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹം അനുവാദവും നൽകണേ എന്ന് ആ പ്രകൃതി ശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 21. മനുവും കർദമ പ്രജാപതിയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ ഒരു അധ്യായത്തിൽ. അതായത് നമ്മൾ തൊട്ട് മുന്നത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഭാഗം എങ്ങനെയാണ്? മൈത്രേയ മഹർഷി വിദുരർക്ക് ഭഗവാന്റെ ചരിതം പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ മൈത്രേയ മഹർഷി ചോദിച്ച ആ സൃഷ്ടികർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഭഗവാന്റെ വരാഹ അവതാരം നമ്മൾ കേട്ടത്. അതിനുശേഷം വീണ്ടും ആ ഒരു സൃഷ്ടികർമ്മം, ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് വിശദീകരിച്ച് തരാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു, ബ്രഹ്മദേവൻ്റെ മാനസിക തലങ്ങളിൽ നിന്നും ഓരോരോ വ്യത്യസ്ത അവസ്ഥകളിൽ നിന്നും പല പല സൃഷ്ടികൾ നടന്നത്, അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ കേട്ടു. അവസാനം അദ്ദേഹം മനനം ചെയ്യുകയാണ്, കഴിഞ്ഞു, ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള സൃഷ്ടികർമ്മം ഇവിടെ അവസാനിച്ചു. ഇനി ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം, എന്നിൽ നിന്ന് ആരൊക്കെ ജന്മം എടുക്കണം, അത് ഇവിടെ അവസാനിച്ചു. അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ, അതാണ് മനനം ചെയ്യുക എന്ന് പറഞ്ഞത്. അങ്ങനെ മനസ്സിലാക്കിയ ആ ഒരു അവസ്ഥയിൽ നിന്ന്, ആ ഒരു മാനസിക തലത്തിൽ നിന്നും, ആ ഒരു മനസ്സിൽ നിന്നും ഏറ്റവും അവസാനം ഉണ്ടായതാണ് മനുക്കൾ. അവരിൽ നിന്നാണ് മാനവരാശി പിന്നെ തുടങ്ങുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത, അപ്പം ഇതിനു മുന്നേ നടന്ന സൃഷ്ടിയുടെയും ഈ സൃഷ്ടിയുടെയും മനുക്കളിലൂടെ നടത്തുന്ന സൃഷ്ടിയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മാവിൽ നിന്ന് നടന്ന സൃഷ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാനസിക തലങ്ങളിൽ നിന്നാണ് അവ ഉണ്ടായത്. ഇനി മനു നടത്തുന്ന, സ്വയംഭുവ മനുവാണ് ആദ്യം വന്നത്, അവരിലൂടെ നടത്തുന്ന സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഭാര്യയും സ്ത്രീ പുരുഷ ലൈംഗിക ഇണചേരലിലൂടെ നടക്കുന്ന സൃഷ്ടികർമ്മം. മനസ്സിലായ? അപ്പം ഇതുവരെ അങ്ങനെയായിരുന്നില്ല സൃഷ്ടി നടന്നിരുന്നത്. ആ തരത്തിലുള്ള സൃഷ്ടിയാണ് ഇനി ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്. അതിന് തുടക്കം കുറിച്ചതാണ് ബ്രഹ്മാവിൻ്റെ തന്നെ ശരീരം രണ്ടായി പിരിഞ്ഞിട്ട് സ്വയംഭുവ മനുവും ശതരൂപയും ഉണ്ടായത്. അവരിലൂടെയാണ് പിന്നീട് സൃഷ്ടികർമ്മം. അപ്പോൾ അവരിലൂടെ ഇണചേരുന്നതിലൂടെ സൃഷ്ടി നടക്കുക. അത്തരത്തിലുള്ള സൃഷ്ടി ഇനി ഭൂമിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച്, ആ സ്ഥിതികളെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ അധ്യായം 21 പറയുന്നത്. ശ്ലോകം 1, വിദുര ഉവാച. അപ്പോൾ വിദുരര്, കേട്ടുകൊണ്ടിരിക്കുന്ന വിദുരര് മൈത്രേയ മഹർഷിയോട് പറയുകയാണ്, സ്വയംഭൂവസ്യ ച മനോഹോ വംശഃ പരമസമ്മതഃ കഥ്യതാം ഭഗവൻ യത്ര മൈഥുനേന ഏതിരേ പ്രജാഹ. സ്വയംഭൂവസ്യ മനോഹോ വംശ, അതായത് ഇവിടെ പറയുന്നത് സ്വയംഭുവ മനുവിൻ്റെ വംശം, ആ കുലത്തിലുള്ള പരമസമ്മത, ഏറ്റവും ഉയർന്ന, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ശ്രേഷ്ഠമായ കുലമാണ് സ്വയംഭുവ മനുവിൻ്റെ വംശം. ആ വംശം, ഏറ്റവും ഉയർന്ന ശ്രേഷ്ഠമായ ആ വംശം, അവർ എപ്രകാരമാണോ മൈഥുനേന ഏതിരേ, അതായത് ഇണചേരുന്നതിലൂടെ പ്രജാഹ, സന്തതി പരമ്പരകളെ ഏതിരേ എന്ന് വെച്ചാൽ വർദ്ധിപ്പിച്ചത് എപ്രകാരമാണ് എന്ന് ഭഗവൻ, അല്ലയോ മൈത്രേയ മഹർഷി, കഥ്യതാം, എനിക്ക് വിശദമായി പറഞ്ഞു തന്നാലും. അപ്പോൾ ബ്രഹ്മാവിൻ്റെ കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ പുത്രനായ മനുക്കൾക്ക് ജന്മം കൊടുത്തതിൽ ആദ്യം ഉണ്ടായത് സ്വയംഭുവ മനുവും ആണ്. അപ്പോൾ അദ്ദേഹത്തിലൂടെ എപ്രകാരമാണ്, അദ്ദേഹത്തിൻ്റെ വംശപരമ്പര എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിലൂടെ എപ്രകാരമാണ് പിന്നീട് സന്തതി, ഇണചേരുന്നതിലൂടെ സന്തതി പരമ്പരകൾ എങ്ങനെയാണ് ഉണ്ടായത്, അതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞത്, വിദുരര് ചോദിക്കുന്നത്. ശ്ലോകം 2. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ് കേട്ടോ, അദ്ദേഹത്തിന് അറിയാവുന്നൊരു കാര്യം പറയുകയാണ്.
ശ്ലോകം 2. പ്രിയവ്രതഃ ഉത്താനപാദൗ സുതൗ സ്വയംഭുവസ്യ വൈ യഥാ ധർമ്മം ജുഗുപതുഃ സപ്തദ്വീപവതി മഹീം. പ്രിയവ്രതഃ ഉത്താനപാദൗ സുതൗ സ്വയംഭുവസ്യ വൈ യഥാ ധർമ്മം ജുഗുപതുഃ സപ്തദീപവതി മഹീം. അതായത് പ്രിയവ്രത ഉത്താനപാദൻ, പ്രിയവ്രത മഹാരാജാവ്, ഉത്താനപാദ മഹാരാജാവ്, സുതൗ എന്ന് പറഞ്ഞാൽ 2 പുത്രന്മാരും, സ്വയംഭുവ മനുവിൻ്റെ 2 പുത്രന്മാരായിട്ടുള്ള പ്രിയവ്രതനും ഉത്താനപാദ മഹാരാജാവ്, അവർ 2 പേരും യഥാധർമ്മം, അതായത് ആധാർമികമായ മൂല്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജുഗുപതു എന്ന് വെച്ചാൽ സംരക്ഷിച്ചു, അതായത് പരിപാലിച്ചു പോന്നു എന്നർത്ഥം. സപ്തദീപവതി 7 ദ്വീപുകളോട് ചേർന്ന മഹീം ഭൂമിയെ. അപ്പം അന്നത്തെ രാജാക്കന്മാർ ഒരു രാജ്യത്തെയോ ഒരു പ്രദേശത്തെയോ അല്ല ഭരിക്കുന്നത്, മൊത്തം ഭൂമിയെ ആണ് ഭരിച്ചിരുന്നത് എന്നർത്ഥം. സത്യയുഗത്തിൻ്റെ ആരംഭത്തിൽ അന്ന് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ, രാജാക്കന്മാർ ഒരു പ്രദേശത്തെ അല്ല, മൊത്തം ഭൂമിയെയാണ് ഭരിച്ചിരുന്നത്. അതാണ് അപ്പോൾ പറഞ്ഞത്, സ്വയംഭുവ മനുവിൻ്റെ പുത്രന്മാരായിട്ടുള്ള പ്രിയവ്രത മഹാരാജാവും ഉത്താനപാദ മഹാരാജാവും യഥാധർമ്മം, ആ ധാർമ്മിക മൂല്യങ്ങളെ മുൻനിർത്തിയിട്ട് ഭഗവതർപ്പണമായിക്കൊണ്ട് ആ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് 7 ദ്വീപുകളായി പിരിഞ്ഞിരിക്കുന്ന ഭൂമിയെ, അന്ന് രാജ്യങ്ങളായിട്ടല്ലോ 7 ദ്വീപുകളായിട്ടാണ് തിരിഞ്ഞിരുന്നത്, അങ്ങനെയുള്ള ആ ഭൂമിയെ വളരെ ഭംഗിയായിട്ട് അവർ പരിപാലിച്ച് സംരക്ഷിച്ചു പോന്നു. അത് വിദുരർ പറയാണ്, അദ്ദേഹത്തിന് അറിയണ കാര്യം മഹർഷിയോട്, മൈത്രേയ മഹർഷിയോട് പറയാണ്. ഇനി ശ്ലോകം 3 ഒരു കാര്യം കൂടി പറയാണ്. തസ്യ വൈ ദുഹിത ബ്രഹ്മൻ ദേവഹൂതി ഇതി വിശ്രുത പത്നി പ്രജാപതേഹേ ഉക്ത കർദമസ്യ ത്വയാ അനഘ. അതായത് തസ്യ വൈ, ആ സ്വയംഭുവ മനുവിൻ്റെ 2 പുത്രന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി 3 പുത്രിമാരും കൂടി ഉണ്ട് അദ്ദേഹത്തിന്. സ്വയംഭുവ മനുവിന് 3 പുത്രിമാരും ഉണ്ട്. അതായത് ദേവഹൂതി, ആകൂതി, പ്രസൂതി എന്നിങ്ങനെ 3 പെൺമക്കളുണ്ട്. അപ്പോൾ അതിൽ ദേവഹൂതിയുടെ കാര്യമാണ് പറയുന്നത്. തസ്യ വൈ, ആ സ്വയംഭുവ മനുവിൻ്റെ ദുഹിത പുത്രിയായിട്ടുള്ള, ബ്രഹ്മൻ വിളിക്കുന്നത് വിദുരര് മൈത്രേയ മഹർഷിയ, അല്ലയോ ബ്രഹ്മർഷി, ആ സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതി ഇതി വിശ്രുത, ദേവഹൂതി എന്ന് പേരുകേട്ട, അതോടൊപ്പം അവർക്കൊരു പ്രത്യേകതയുണ്ട്. മനുവിൻ്റെ പുത്രി മാത്രമല്ല, പ്രജാപതേ കർദമസ്യ, കർദമ പ്രജാപതിയുടെ പത്നിയുമായിട്ടുള്ള അവരെക്കുറിച്ച് ത്വയാ, അങ്ങ് ഉക്ത പറഞ്ഞിരുന്നല്ലോ എന്നോട്, അനഘ എന്ന് വെച്ചാൽ മൈത്രേയ മഹർഷിയെ വിളിക്കുകയാണ്, അല്ലയോ പാപമുക്തനായ ബ്രഹ്മർഷേ, അങ്ങ് മനുവിൻ്റെ 2 പുത്രന്മാരുടെ കാര്യവും ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനുവിൻ്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതി എന്ന പേരിൽ പ്രശസ്തയായിട്ടുള്ള പേര് കേട്ട അവർ കർദമ പ്രജാപതിയുടെ പത്നിയുമായിരുന്നു എന്ന കാര്യം അവരെക്കുറിച്ച് അങ്ങ് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയില്ലേ? അതായത് സ്വയംഭുവ മനുവും ശതരൂപയും ഇത്ര മക്കളുണ്ട്, ഈ ദേവഹൂതി, പ്രസൂതി, ആകൂതി ഇവരെ ഇന്ന മഹർഷിമാരാണ് വിവാഹം കഴിച്ചത് എന്നൊക്കെ നമ്മൾ ആ വരാഹ അവതാരം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ മൈത്രേയ മഹർഷി ഒന്ന് സൂചിപ്പിച്ചു വെച്ചിരുന്നു. അപ്പോഴേക്കാണ് പെട്ടെന്ന് അവതാരത്തെക്കുറിച്ച് പറഞ്ഞു പോയത്, വരാഹ അവതാരത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്ന് വിദുരർ പറയാണ്. അപ്പോൾ ദേവഹൂതി, കർദമ പ്രജാപതിയുടെ പത്നിയായിരുന്ന ദേവഹൂതിയെക്കുറിച്ചും അങ്ങ് ത്വയാ ഉക്ത, അങ്ങ് പറഞ്ഞിരുന്നുവല്ലോ. ഇനി ശ്ലോകം 4. തസ്യാം സവൈ മഹായോഗി യുക്തായാം യോഗലക്ഷണേ സസർജ കഥിതാ വീര്യം തത്മേ ശുശ്രൂഷവേ വധഃ. അതായത് തസ്യാം, ആ ദേവഹൂതി, അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? യോഗലക്ഷണേ, അഷ്ടാംഗയോഗത്തിൻ്റെ 8 ലക്ഷണങ്ങളോടും കൂടിയാണ്. അത്രയ്ക്ക് യോഗാവസ്ഥയിൽ എത്തിയിട്ടുള്ള ഒരു സ്ത്രീരത്നമാണ് ദേവഹൂതി. അപ്പം അതാണ് പറയുന്നത്, യോഗലക്ഷണേ, അഷ്ടാംഗ യോഗ ലക്ഷണങ്ങളെല്ലാം യുക്തായാം, എല്ലാം ചേർന്നിരിക്കുന്ന തസ്യ വൈ, ആ ദേവഹൂതി, അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് ആരാണ്? കർദമ പ്രജാപതി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മഹായോഗി വര്യനായിട്ടുള്ള കർദമ പ്രജാപതിയും. അപ്പോൾ ഇവരുടെ 2 പേരുടെ പ്രത്യേകത ഇവിടെ എടുത്തു പറഞ്ഞോട്ടാ. അഷ്ടാംഗ യോഗത്തിൻ്റെ ആ യോഗലക്ഷണങ്ങളായ 8 ലക്ഷണങ്ങളോടും ചേർന്നിട്ടുള്ള 8 ലക്ഷണങ്ങളും ചേർന്നിരിക്കുന്ന ദേവഹൂതിയും അതുപോലെ മഹായോഗിയായിട്ടുള്ള കർദമ പ്രജാപതിയും സസർജ സൃഷ്ടിച്ചു,
കഥിത വീര്യം, കഥിത എന്ന് വെച്ചാൽ എത്ര തവണ, വീര്യം അവരുടെ പുത്രന്മാരെ, അവരുടെ സന്താനങ്ങളെ എത്ര തവണ സൃഷ്ടിച്ചു എന്ന്. തത് അതിനെക്കുറിച്ച് മേ എനിക്ക് ശുശ്രൂഷവേ കേൾക്കാൻ ആഗ്രഹമുണ്ട്, വധ അങ്ങ് അത് വിശദമായി പറഞ്ഞു തന്നാലോ. അപ്പോൾ അത്രയും യോഗലക്ഷണങ്ങളെല്ലാമുള്ള ദേവഹൂതിയും മഹായോഗിയായിട്ടുള്ള കർദമ മഹർഷിയും കർദമ പ്രജാപതിയും ഇവർ തമ്മിൽ ഇവരെത്ര മക്കൾക്ക് ജന്മം കൊടുത്തു, ഇവരിൽ നിന്നും എത്ര മക്കൾ, ആ ഒരു ഇണചേരുന്നതിലൂടെ എത്ര മക്കൾക്ക് ജന്മം കൊടുത്തു എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, അതും ഒന്ന് പറഞ്ഞു തന്നാലും. അപ്പോൾ പ്രത്യേകത നോക്കിയേ, അവര് യോഗാവസ്ഥയും സമാധി അവസ്ഥയും ഒക്കെ പ്രാപിച്ചിരിക്കുന്ന മഹായോഗികളാ ജീവിക്കുന്നത്. നോക്കൂ, ഭർത്താ ബന്ധത്തിലൂടെയാണ് അവർ ജീവിക്കുന്നത്. ഇതിൽ നിന്നും ഭാഗവതം നമുക്ക് പറഞ്ഞിരുന്നൊരു വലിയ തത്വമുണ്ട്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തെ ഉപേക്ഷിക്കലല്ല. ആ അവസ്ഥയിലെത്തിയവർ വരെ കുടുംബജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞാൽ ലൗകികമായ ജീവിതം അല്ലെങ്കിൽ ഭൗതിക ജീവിതം ഉപേക്ഷിച്ചു പോക്കല്ല ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ. മനസ്സിലായ? അവർ പോലും അവരുടെ കർമ്മം എന്താണോ, ആ ഒരു ഗൃഹസ്ഥാശ്രമ കർമ്മം എന്താണോ അത് അവർ കൃത്യമായി ചെയ്തിട്ടുണ്ട്, ഒപ്പം യോഗാവസ്ഥയെ പ്രാപിച്ചിട്ടുമുണ്ട്. മനസ്സിലായ? അതായത് ആത്മീയമായ ജ്ഞാനത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ബാലൻസ്ഡാക്കി ആധ്യാത്മികമായ ആ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൽ നിന്നുകൊണ്ട് ഭൗതിക ജീവിതം ജീവിക്കണം എന്നാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് പറയുന്നത്. അതായത് ആ ഒരു ഭൗതിക ജീവിതം അതുമാത്രമായിട്ട് പോവാതെ മനസ്സിനെ ഈ ധ്യാന പരിശീലനത്തിലൂടെ യോഗ പരിശീലനത്തിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് അതിലൂടെ ആ ഏകാഗ്രമായ മനസ്സിൽ മാത്രമേ ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. അല്ലാത്തതൊക്കെ മായ, അല്ലാതെ തോന്നുന്നതൊക്കെ മായ. അപ്പോൾ ആ യഥാർത്ഥ ജ്ഞാനം പ്രകാശിച്ച് ആ നേടിയ അറിവിൽ നിന്നുകൊണ്ട് ജീവിക്കാനുള്ളതാണ് ഭൗതിക ജീവിതം. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെയും ആ ഒരു സംസാര സാഗരം അത്രമാത്രം ഉള്ളൊഴുക്കും തിമീങ്കലങ്ങളും മീനുകളും തിരമാലകളും വേലിയേറ്റവും വേലിയിറക്കവും എല്ലാം കൂടി ഉള്ള ഒരു മഹാസാഗരമാണ് ഈ ജീവിതം. അതിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുക. ഇങ്ങനെ ഒരു ആത്മീയ ജ്ഞാനത്തിൽ അറിവിൽ നിന്നുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതാണ് കലിയുഗത്തിൽ സത്സംഗത്തിൻ്റെയും ഇങ്ങനെയുള്ള ധ്യാന പരിശീലനത്തിൻ്റെയും യോഗ പരിശീലനത്തിൻ്റെയും പ്രാധാന്യം അവിടെയാണുള്ളത്. അപ്പോൾ കർദമ മഹർഷിയും ദേവഹൂതിയും എത്ര മക്കൾക്ക് ജന്മം കൊടുത്തു എന്നാണ് പിന്നീട് വിതുരർ ചോദിക്കുന്നത്. ഇനി അതുമാത്രമല്ല, സ്വയംഭുവ മനുവിന് വേറെ 2 പെൺമക്കളുണ്ട്, ആകൂതി പ്രസൂതി. അവരുടെ കാര്യമാണ് ശ്ലോകം 5 പറയുന്നത്. രുചിഹി യഹ ഭഗവൻ ബ്രഹ്മൻ ദക്ഷഃ വാ ബ്രഹ്മണ സുതഃ യഥാ സസർജ ഭൂതാനി ലബ്ധ്വാ ഭാര്യാം ച മാനവീം. രുചിഹി, രുചി എന്ന പ്രജാപതിയും ഭഗവൻ ആരാധ്യനാണെന്ന്. ഭഗവൻ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നമ്മൾ ഇന്ന് പറയുന്ന ഭഗവാനെ എന്ന് വിളിക്കുന്ന ആ അർത്ഥമല്ല ഭഗവൻ എന്ന് പറഞ്ഞാൽ. ഭഗം ഉള്ളവൻ എന്നാണ് ഭഗവൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അറിയാലോ അത്. ഭഗം എന്ന് വെച്ചാൽ 6 ഗുണങ്ങളോടും കൂടിയത് ആരാണോ, ആ 6 ഗുണങ്ങളും ആരിലാണോ ചേർന്നിരിക്കുന്നത് ആ ആളെയാണ് ഭഗവൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ 6 ഗുണങ്ങളോടും ഉള്ള അത്രയും 6 ഗുണങ്ങളോട് കൂടി 6 ഭഗങ്ങളോട് കൂടി ചേർന്നിരിക്കുന്ന രുചി എന്ന പ്രജാപതിയും ഒപ്പം ദക്ഷ പ്രജാപതിയും ബ്രഹ്മണ സുതഃ ബ്രഹ്മദേവന്റെ പുത്രന്മാരായിട്ടുള്ള ദക്ഷ പ്രജാപതിയും രുചി എന്ന പ്രജാപതിയും യഥാ എപ്രകാരമാണ് സസർജ സൃഷ്ടികർമ്മം നടത്തിയത്, ഭൂതാനി പ്രജകളെ ലബ്ധ്വാ ഭാര്യ അവർക്ക് ലഭിച്ച ഭാര്യമാരിൽ നിന്ന് മാനവിയും ആരാണ് ആ ഭാര്യമാര്? മനുവിൻ്റെ പുത്രിമാരായിട്ടുള്ള ആകൂതിയും പ്രസൂതിയും. അതാണ് മാനവിയും. മനുപുത്രിമാരായ ആകൂതിയെ രുചിക്കും പ്രസൂതിയെ ദക്ഷ പ്രജാപതിക്കും വിവാഹം ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ ദേവഹൂതിയുടെ പോലെ തന്നെ അവരും എപ്രകാരമാണ് ആ സൃഷ്ടി, എത്ര സന്താനങ്ങൾക്കാണ് ജന്മം നൽകിയത് എന്നാണ് വിതുരര് ചോദിക്കുന്നത്. അപ്പോൾ ശ്ലോകം 6 മൈത്രേയ മഹർഷി മറുപടി പറയുകയാണ്. മൈത്രേയ ഉവാച പ്രജാഹ സൃജ ഇതി ഭഗവാൻ കർദമഃ ബ്രഹ്മണ ഉദിതഃ സരസ്വത്യാം തപഃ തേബേ സഹസ്രാണാം സമാദശ. പ്രജാഹ സൃജ ഇതി ഭഗവാൻ കർദമ ബ്രഹ്മണ ഉദിതഃ സരസ്വത്യാം തപഃ തേബേ സഹസ്രാണാം സമാദശ. അതായത് പ്രജാ സൃജ ഇതി ഭഗവാൻ
കർദമ. അപ്പൊ മൈത്രേയ മഹർഷി മറുപടി പറയാണ് കേട്ടോ, ഭഗവാൻ കർദമ, ഭഗവാനായിട്ടുള്ള ഭഗമുള്ളവനായ ആ കർദമ മഹർഷി ബ്രഹ്മണ ഉദിത, ബ്രഹ്മദേവന്റെ ആജ്ഞപ്രകാരം പ്രജാ സൃജ ഇതി, പ്രജകളുടെ സൃഷ്ടികർമ്മം നടത്താൻ തീരുമാനിച്ചു. അപ്പൊ കർദമ മഹർഷി ബ്രഹ്മദേവന്റെ പിതാവിന്റെ ആജ്ഞപ്രകാരം സൃഷ്ടികർമ്മം നടത്താനായിട്ട് തീരുമാനിച്ചപ്പോൾ ബ്രഹ്മദേവൻ തന്നെ പറഞ്ഞു, സ്വന്തം മനസ്സിൽ തോന്നുന്ന പോലെ സൃഷ്ടികർമ്മം നടത്തിയാൽ പ്രകൃതിയുടെ ഇച്ഛയ്ക്കനുസരിച്ചാവില്ല, ഈശ്വരേച്ഛയ്ക്കനുസരിച്ച് അത് നടക്കണമെങ്കിൽ സത്വരജ തമോ ഗുണങ്ങൾക്ക് അപ്പുറത്തും നിൽക്കുന്ന ആ മായയ്ക്ക് പുറത്ത് നിൽക്കുന്ന ഈശ്വരേച്ഛ പ്രകൃതി നിശ്ചയം എന്താണെന്ന് അറിയണം. അതറിയണമെങ്കിൽ മനസ്സ് ഏകാഗ്രമാവണം. അതിന് തപസ് ചെയ്യാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചു. ആര്? കർദമ പ്രജാപതിയെ. അങ്ങനെ അദ്ദേഹം സരസ്വതി നദിയുടെ തീരത്ത് വന്ന് തപഹ തേബേ, തപസ്സു ചെയ്തു എന്ന്. സഹസ്രാണ, ഇത് ആയിരക്കണക്കിന്, സംവത്സരങ്ങൾ, ദശഹ, 10 ഇരട്ടിന്ന്, ആയിരക്കണക്കിന്റെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ 10,000 സംവത്സരം ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം കർദമ മഹർഷി സരസ്വതി നദിയുടെ തീരത്തിരുന്ന് തപസ്സു ചെയ്തു. ചെയ്യാൻ പോകുന്ന കർമ്മത്തിന്റെ പ്രാധാന്യം പ്രജകളെ സൃഷ്ടിക്കുക എന്നുള്ള കർമ്മമാണ്. കർദമ മഹർഷിയുടെ പ്രത്യേകത, അദ്ദേഹം ഭഗവാനിലേക്ക് ലയിക്കാനായിട്ട് യോഗാവസ്ഥയിലേക്ക് എത്താൻ, മോക്ഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിലേക്കാണ് ഇപ്പൊ കർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ബ്രഹ്മദേവൻ പറയാണ്, സൃഷ്ടികർമ്മം ചെയ്യുന്നതിന് മുൻപ് അത് ഈശ്വരേച്ഛയാൽ നടത്തപ്പെടണമെങ്കിൽ, ഈശ്വര അനുഗ്രഹത്താൽ നടക്കണമെങ്കിൽ നീ അത് സരസ്വതി മനസ്സ് ഏകാഗ്രമാവണം. സത്വരജ തമോ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ 3 മായയുടെയാണ് ത്രിഗുണങ്ങൾ. അപ്പൊ സത്വഗുണത്തിൽ നിന്ന് ചെയ്താൽ പോലും അത് മായയാണ്. ഇതിന്റെ 3ന്റെ അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ്, സത്വഗുണമുള്ളവന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾക്കനുസരിച്ചായിരിക്കും അവൻ പ്രവർത്തിക്കാം. രജോ ഗുണി അതിനനുസരിച്ച് പ്രവർത്തിക്കും, തമോ ഗുണി അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇതിന്റെ 3ന്റെ പുറത്ത് അതീതമായി നിൽക്കുന്ന ഈശ്വരേച്ഛ പ്രകൃതി നിശ്ചയം എന്താണെന്ന് അറിയണമെങ്കിൽ മനസ്സ് ഏകാഗ്രമാവണം, മനസ്സ് നിയന്ത്രിക്കാൻ കഴിയണം, മനസ്സ് ഒരു ഭാഗത്ത് ഉറയ്ക്കണം. അപ്പൊ അതിന് ധ്യാനം പരിശീലിക്കണം. അതാണ് തപസ് ചെയ്യൂ സരസ്വതി നദിയുടെ തീരത്ത് പോയിരുന്ന്. എന്നിട്ട് ശരീര മനോബുദ്ധിയെ ആ ഭഗവാനിൽ മനസ്സാൽ സമർപ്പിച്ചാൽ ഈശ്വരേച്ഛ എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അതനുസരിച്ച് സൃഷ്ടികർമ്മം ചെയ്യാം. അതിനായിട്ട് തപസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കർദമ മഹർഷി തപസ് ചെയ്യാനായിട്ട് പോയി. ശ്ലോകം 7. തതഃ സമാധിയുക്തേന ക്രിയായോഗേന കർദമഃ സംപ്രപേദേ ഹരിം ഭക്ത്യാ പ്രപന്ന വരദാശുഷം. തതഃ, ആ തപസ്സിൽ സമാധിയുക്തേന, സമാധി അവസ്ഥയിൽ എത്തിയിട്ട് ക്രിയായോഗേന, തൻ്റെ സകല കർമ്മത്തെയും, യോഗേന എന്ന് വെച്ചാൽ ഭഗവാനിലേക്ക്, ഭഗവാനാണ് ആ കർമ്മം ചെയ്യുന്നത് എന്നൊരു മനസ്സോടുകൂടി കർദമ മഹർഷി സംപ്രപേദേ, സമർപ്പിച്ചു, ഹരി, ഭഗവാൻ ശ്രീഹരിയിൽ, ഭക്ത്യ, അതായത് നിഷ്കാമമായ ഭക്തിയോടെ, പ്രപന്ന വരദാശുഷം എന്ന് വെച്ചാൽ പ്രപന്ന, തൻ്റെ തൃപ്പാദങ്ങളിൽ ആരാണോ ശരണാഗതി അടയുന്നത് ആ ഭക്തന് സകല വരങ്ങളും നൽകുന്ന, അതാണ് ഭഗവാന്റെ പ്രത്യേകത. മനസ്സിലായോ? ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്ന ഭാവമില്ലാതെ, മറ്റൊന്നും ആശ്രയമില്ലാതെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടയുന്നത് ആരാണോ അവന് വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാൻ ശ്രീഹരിയോട് പൂർണ്ണ ഭക്തിയോടുകൂടി, നിർമ്മലമായ ഭക്തിയോടുകൂടി ആ തപസ് ചെയ്ത് മനസ്സേകാഗ്രമാക്കി സമാധി അവസ്ഥയിലെത്തി താൻ ചെയ്യാൻ പോകുന്ന ആ സൃഷ്ടികർമ്മത്തെ പൂർണ്ണമായ ഭഗവാന്റെ പാദങ്ങളിൽ മഹർഷി സമർപ്പിച്ചു. അപ്പോൾ ഭഗവാനാണ് ആ ഒരു മനസ്സിൽ ഇങ്ങനെ ജ്ഞാനം തെളിഞ്ഞു കൊടുക്കുന്നത് ഭഗവാനാണ്, തെളിയിപ്പിച്ചു കൊടുക്കുന്നത് ഭഗവാനാണ്. ഇപ്രകാരം ചെയ്യൂ എന്നുള്ളത്. ശ്ലോകം 8. താവത് പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷ ഹൃദേ യുഗേ ദർശയാമാസ തം ക്ഷത്ത ശാബ്ദം ബ്രഹ്മ ദദത് ബഭൂ. അതായത് താവത്, അങ്ങനെ 10,000 സംവത്സരം നീണ്ടു നിൽക്കുന്ന കർദമ മഹർഷിയുടെ തപസ്. അപ്പം ആലോചിച്ച് നോക്കൂ, എത്ര വർഷങ്ങളാണെന്ന്. കലിയുഗത്തിൽ മനുഷ്യന് പുരുഷായുസ് 100 വർഷമേ ഉള്ളൂ. അപ്പോൾ അന്ന് സത്യയുഗത്തിൽ അത്രയും ഉണ്ടായിരുന്നു. 10,000 സംവത്സരം നീണ്ടു നിൽക്കുന്ന തപസ്സായിരുന്നു. അതിൻ്റെ ഒടുവിൽ ഭഗവാൻ പ്രസന്നനായ ഭഗവാൻ പുഷ്കരാക്ഷൻ, പങ്കജനേത്രൻ, ആ ഭഗവാൻ ഹൃദയയുഗേ, സത്യയുഗത്തിൻ്റെ ആരംഭത്തിൽ ദർശയാമാസ, ദർശനം കൊടുത്തു കർദമ മഹർഷിക്ക്, അത്രയും പ്രസന്നനായിട്ട്. ക്ഷത, അല്ലയോ വിതുരരെ, ശാബ്ദം ബ്രഹ്മ, ശബ്ദം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്ന ആ പരബ്രഹ്മമാകുന്ന തദദ്വഭു,
വപു എന്ന് വെച്ചാൽ ആ ഭഗവാൻ ഒരു വപു ദദത് എന്ന് വെച്ചാൽ ശരീരത്തെ സ്വീകരിച്ചിട്ട് ആ കർദമ മഹർഷിയുടെ മുന്നിൽ അങ്ങ് ദർശനം കൊടുത്തു എന്ന്. അപ്പോൾ അത്രയും പ്രസന്നനായ ഭഗവാൻ ആ കർമ്മം ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ഇച്ഛ എന്താണെന്ന് അറിഞ്ഞ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി എന്നിൽ സമർപ്പിച്ച് ചെയ്യുന്ന കർദമ മഹർഷിയുടെ മനസ്സ് കണ്ട് ഭഗവാൻ സംപ്രീതനായിട്ട് ആ ഒരു ശബ്ദരൂപത്തിൽ മാത്രം തിരിച്ചറിയാൻ കഴിയാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അന്ന് ഓംകാര ശബ്ദമായിട്ട് ശബ്ദമേ ഉള്ളൂ, അന്ന് എഴുത്തോ വേറൊരു രീതിയിലും തിരിച്ചറിയാൻ പറ്റില്ല. ഭഗവാനെ ആ ജ്ഞാനം അറിയണമെങ്കിൽ ശബ്ദം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്ന ആ പരബ്രഹ്മത്തെ, ആ പരബ്രഹ്മം ഒരു രൂപം ധരിച്ചിട്ട് കർദമ മഹർഷിയുടെ മുന്നിൽ ദർശയാമാസ, ദർശനം കൊടുത്തു. ഇനി ആ കൊടുത്ത രൂപം എങ്ങനെയായിരുന്നു എന്നാണ് 2-3 ശ്ലോകങ്ങൾ 9, 10, 11 ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് പറയുന്നത്. കർദമ മഹർഷി കണ്ട ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ് കേട്ടോ. ശ്ലോകം 9. സതം വിരജം അർക്ക ആഭം സിതപത്മ ഉത്പല സ്രജം സ്നിഗ്ധനീല അളക വ്രാത വക്ത്രാബ്ജം വിരജ അംബരം. മനസ്സിലായില്ലേ? സതം വിരജം അർക്ക ആഭം സിതപത്മ ഉത്പല സ്രജം സ്നിഗ്ധനീല അളക വ്രാത വക്ത്രാബ്ജം വിരജ അംബരം. അതായത് സഹ ആ കർദമ മഹർഷി കണ്ട ഭഗവാന്റെ രൂപം, തം ആ രൂപം, അതിൻ്റെ പ്രത്യേകത വിരജം. വിരജം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിഷ്കളങ്കമായ, ഒട്ടും കളങ്കമില്ലാത്തതെന്ന് എന്ന് വെച്ചാൽ എന്താ? സത്വഗുണ സ്വരൂപമാണ്. നമ്മൾ നാരായണീയത്തിൽ കേട്ടില്ലേ, ആ സത്വഗുണ സ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയുന്ന പോലെ സത്വഗുണത്തിൻ്റെ ശരീരരൂപത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ. അപ്പോൾ ഒരല്പം പോലും കളങ്കമില്ലാത്ത, അതാണ് വിരജം. രജോ ഗുണത്തിൽ നിന്നും മുക്തനായിട്ട്, രജോ ഗുണം പോലും ഇല്ലാതെ പൂർണ്ണമായും സത്വഗുണത്തിൻ്റെ ശരീരരൂപത്തോടു കൂടിയ അർക്ക ആപം, ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുന്ന പ്രകാശത്തോടു കൂടി സിതപത്മ ഉത്പല സ്രജം. സിതപത്മം വെളുത്ത താമരപ്പൂവ്, ഉത്പലം എന്ന് വെച്ചാൽ മറ്റു പുഷ്പങ്ങൾ, ഇവയെല്ലാം കൊണ്ട് കോർത്ത സ്രജം വനമാല ചാർത്തിയിരിക്കുന്നു കഴുത്തിൽ. സ്നിഗ്ധം എന്ന് വെച്ചാൽ നല്ല മാർദ്ദവമുള്ള നീല കറുത്ത അളകം, ചുരുണ്ട മുടിന്ന്, ചുരുണ്ട മുടി. വ്രാതം എന്ന് വെച്ചാൽ സമൃദ്ധമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നല്ല കറുത്ത ചുരുണ്ട മുടി സമൃദ്ധമായിരിക്കുന്നു. വക്ത്രാബ്ജം താമരപ്പൂ പോലെയുള്ള മുഖം. വിരജ അംബരം അതായത് മനോഹരമായ പട്ടുവസ്ത്രം, പട്ടുടയാട ചാർത്തിയിരിക്കുന്നു. ആ രൂപത്തിലാണ് കർദമ മഹർഷിക്ക് ദർശനം കൊടുത്തത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ശ്ലോകം 10. കിരീടിനം കുണ്ടലിനം ശംഖചക്ര ഗദാധരം ശ്വേത ഉത്പല ക്രീഡനകം മനസ്പർശ സ്മിത ഈക്ഷണം. അപ്പൊ കിരീടം ധരിച്ചിട്ടുണ്ട്, കുണ്ടലം എന്ന് വെച്ചാൽ കർണാഭരണം അണിഞ്ഞിട്ടുണ്ട്, ശംഖ ചക്ര ഗദ എന്നിവയെല്ലാം ധരിച്ചിരിക്കുന്നത്. ഗദാധരം എന്ന് വെച്ചാൽ ധരിച്ചിരിക്കുന്നത്. ഇനി ശ്വേത ഉത്പല ക്രീഡനകം, ശ്വേത വെളുത്ത താമരപ്പൂവ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അത് ക്രീഡനകം എന്ന് വെച്ചാൽ ഒരു കളിപ്പാട്ടം പിടിച്ചിരിക്കുന്ന പോലെ അതിങ്ങനെ ആ കയ്യിൽ താമരപ്പൂ പിടിച്ചിങ്ങനെ കളിക്കുന്നു. അതിനെ ഒരു കളിപ്പാട്ടം പോലെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. മനസ്പർശ എല്ലാ ഭക്തന്റെയും മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന സ്മിത ഈക്ഷണം എന്ന് വെച്ചാൽ കടക്കൺ നോട്ടം. ഇതിങ്ങനെയൊക്കെ ഉള്ള രൂപമാണ് അദ്ദേഹം കണ്ടത്. ഇനി ഉണ്ട് ഒരു ശ്ലോകത്തിലൂടെ. ശ്ലോകം 11. വ്യന്യസ്ത ചരണാംബോജം അംസദേശേ ഗുരുത്മദഃ ദൃഷ്ട്വാ ഖേ അവസ്ഥിതം വക്ഷഃ ശ്രിയം കൗസ്തുഭകന്ദരം. വ്യന്യസ്തം വെച്ചിരിക്കുന്നു, ചരണാംബോജം താമരപ്പൂ പോലെയുള്ള ആ പാദങ്ങൾ, അംസദേശേ കഴുത്തിലായിട്ട്, ഗുരുത്മത ഗരുഡന്റെ കഴുത്തിലെ ഒരു തൃപ്പാദങ്ങൾ, പാദപങ്കജങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അത് മാത്രമല്ല വക്ഷശ്രിയം, വക്ഷസിൽ ലക്ഷ്മി ദേവിയെ ഇരുത്തിയിരിക്കുന്നു. കഴുത്തിൽ കൗസ്തുഭകന്ദരം, കഴുത്തിൽ കൗസ്തുഭം എന്ന രത്നവും കാണാം. അങ്ങനെ ഖേ ആകാശത്തിൽ അവസ്ഥിതം പ്രത്യക്ഷപ്പെട്ട രൂപത്തിലാണ് ദൃഷ്ട്വ അദ്ദേഹം, അതായത് കർദമ മഹർഷി കണ്ട ആ ഭഗവാന്റെ രൂപം അങ്ങനെയായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു? സത്വഗുണത്തിൻ്റെ ശരീരരൂപം, ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുന്ന പ്രകാശം, വെളുത്ത താമരപ്പൂവും മറ്റു പുഷ്പങ്ങൾ കൊണ്ട് ചാർത്തിയ വനമാല, കറുത്ത് ഇരുണ്ട് ചുരുണ്ട മുടി സമൃദ്ധമായിട്ട്, താമരപ്പൂ പോലെയുള്ള മുഖം,
മനോഹരമായ പട്ടുവസ്ത്രം, അതുപോലെ കിരീടം, അതുപോലെ കർണാഭരണങ്ങൾ, കുണ്ടലങ്ങൾ, ശംഖ്, ചക്രം, ഗദ, ശ്വേത, വെളുത്ത താമരപ്പൂ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരു കളിക്കോപ്പ് പോലെ. അതുപോലെ ഏതൊരു ഭക്തൻ്റെയും മനസ്സിനെ ഇങ്ങനെ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടം ഉണ്ടല്ലോ, പുഞ്ചിരിച്ചുള്ള ആ നോട്ടം. അതുപോലെ ഒരു പാദപങ്കജങ്ങൾ വെച്ചിരിക്കുന്നത് ഗരുഡന്റെ കഴുത്തിലാണ്. അതുപോലെ തന്നെ വക്ഷസിൽ ലക്ഷ്മി ദേവിയും കഴുത്തിൽ കൗസ്തുഭരത്നവും കാണാം. അങ്ങനെയുള്ള രൂപത്തോടു കൂടി ആകാശത്ത് വന്ന് സ്ഥിതി ചെയ്യുന്നവനായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് കർദമ മഹർഷി ഭഗവാനെ കണ്ടത്. അത് കണ്ടപ്പോൾ മഹർഷിയുടെ ഉള്ളിലുണ്ടായ സന്തോഷം അതാണ് നമ്മൾ ശ്ലോകം 12 കാണുന്നത്. ജാതഹർഷഃ അബദത് മൂർധനാക്ഷിതൗ ലബ്ധ മനോരഥഃ ഗിർഭി തു അഭ്യഗൃണാത് പ്രീതി സ്വഭാവാത്മകൃതാഞ്ജലി. ജാതഹർഷ അബദത് മൂർധനാക്ഷിതൗ ലബ്ധ മനോരഥഃ ഗിർഭിഃ തു അഭ്യഗൃണാത് പ്രീതി സ്വഭാവാത്മകൃതാഞ്ജലി. ജാതഹർഷ അത്യധികം സന്തോഷവാനായി, അബദത് എന്ന് വെച്ചാൽ നമസ്കരിച്ചു എന്ന്, മൂർധന ശിരസ്, ക്ഷിതൗ ഭൂമിയിൽ തൊട്ടുകൊണ്ട്, ലബ്ധ മനോദര എൻ്റെ ആഗ്രഹം, മനോരഥ എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയതിൽ വളരെയധികം സന്തോഷത്തോടു കൂടി കർദമ മഹർഷി ഭഗവാൻ ആകാശത്താണ് നിൽക്കുന്നതെങ്കിൽ ശിരസിനെ ഭൂമിയിൽ തൊട്ട് വെച്ചിട്ട് ഭഗവാനെ അങ്ങ് നമസ്കരിച്ചു. എന്നിട്ട് ഗിർഭിഹി എന്ന് വെച്ചാൽ പ്രാർത്ഥനയോടെ തു അഭ്യഗ്രനാഥ് ഭഗവാനെ സ്തുതിച്ചു. പ്രീതി സ്വഭാവാത്മാ അതായത് പ്രകൃതിദത്തമായ കിട്ടിയ ആ നിഷ്കാമ ഭക്തിയാൽ കൃതാഞ്ജലി കൈകൾ കൂപ്പിക്കൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഭഗവാനെ കാണുക എന്നുള്ളത് സാധിച്ചപ്പോൾ ആ ഒരു പ്രകൃതിദത്തമായ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് കൈ രണ്ട് കൂപ്പി ശിരസ് ഭൂമിയിൽ തൊട്ടുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഉറക്കെ സ്തുതിച്ചു എന്ന്, പ്രാർത്ഥനയോടെ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ഋഷി ഉവാച ശ്ലോകം 13 ഇനി കർദമ മഹർഷി ഭഗവാനോട് പറയാണ് തൻ്റെ ആവശ്യം കേട്ടോ. അപ്പോൾ അദ്ദേഹം ഒരു ആവശ്യത്തിനാണ് തപസ് ചെയ്തത്. എന്തായിരുന്നു ആ ആവശ്യം? മോക്ഷം, ഭഗവാനിലേക്ക് ലയിക്കുക, ഇതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം അതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനോട് ബ്രഹ്മദേവൻ നിർദ്ദേശം നൽകി സൃഷ്ടികർമ്മം നടത്താൻ. അപ്പോൾ ആ സൃഷ്ടി എങ്ങനെ നടത്തണമെന്ന് ഈശ്വരേച്ഛ അറിയാനായി തപസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങ് എന്നിൽ നിക്ഷിപ്തമാക്കിയ എനിക്ക് വിധിക്കപ്പെട്ട കർമ്മം സൃഷ്ടി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുയോജ്യമായ ഒരു പത്നിയെ എനിക്ക് തരണം. അതായിരുന്നു കർദമ മഹർഷിയുടെ ആവശ്യം. അത് ഭഗവാനോട് പറയാൻ കേട്ടാ. ഋഷി ഉവാച ജുഷ്ടം ബദ അദ്യ അഖില സത്വരാശേ സാംസിദ്ധ്യ അക്ഷണഃ തവ ദർശനാത് നഃ യത് ദർശനം ജന്മഭി ഈഡ്യ സദ്ഭി ആശാസദേ യോഗിനഃ രൂഢയോഗഃ. ജുഷ്ടം ബദ അദ്യ അഖില സത്വരാശേ സാംസിദ്ധ്യ അക്ഷണഃ തവ ദർശനാത് നഃ യത് ദർശനം ജന്മഭിഃ ഈഡ്യ സദ്ഭിരാശാസദേ യോഗിനഃ രൂഢയോഗഃ. അതായത് പറയാണ് കേട്ടോ, ജുഷ്ടം ഞാൻ നേടിയിരിക്കുന്നു എന്ന്. ഭദ അത്ഭുതം തന്നെയാണ് ഭഗവാനെ, ഇത് ഞാൻ നേടിയിരിക്കുന്നു. അഹോ എന്നർത്ഥം. അദ്യ എന്ന് വെച്ചാൽ ഇന്ന് അഖില സത്വരാശി എല്ലാ സത്വഗുണങ്ങളുടെയും സംഭരണിയായിരിക്കുന്ന അങ്ങയുടെ ദർശനം ഞാൻ നേടിയിരിക്കുന്നു. എന്നിട്ട് പറയാണ് സംസിദ്ധ്യ സമ്പൂർണമായൊരു സാഫല്യം അക്ഷണഃ എൻ്റെ കണ്ണുകൾക്ക് തവ ദർശനാത്ത് അങ്ങയെ കണ്ടതിലൂടെ നഹ എനിക്ക് കിട്ടിയിരിക്കുന്നു. അതായത് അങ്ങയെ കണ്ടതോടുകൂടി എൻ്റെ കണ്ണുകൾക്ക് സമ്പൂർണ്ണ സാഫല്യം കിട്ടിയിരിക്കുന്നു. എന്തിനാ ഈ കണ്ണ് കിട്ടിയിരിക്കുന്നത്? കാഴ്ച, ആ ലക്ഷ്യം പൂർത്തിയായി. ഈ ഭൗതിക ലോകത്തെ കാണാനല്ല, അങ്ങയെ കാണാൻ ഈ രൂപത്തിൽ, അതായത് ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയുന്ന സ്വരൂപത്തോടു കൂടി അങ്ങൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്, ആ രൂപത്തെ കാണാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കണ്ണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കണ്ണുകൾക്ക് സമ്പൂർണ്ണ സാഫല്യം ലഭിച്ചിരിക്കുന്നു. അഹോ അഖില എല്ലാ സത്വഗുണങ്ങളുടെയും സംഭരണിയായ അങ്ങയുടെ രൂപം അങ്ങയെ ഞാൻ നേടിയിരിക്കുന്നു എന്ന് സന്തോഷത്തോടു കൂടി പറയാണ് കർദമ മുനി. എന്നിട്ട് പറയാണ് ഈ ഒരു സാഫല്യം ഉണ്ടല്ലോ, ഈ ഒരു ദർശനം അത്
യത് ദർശനം, അങ്ങയുടെ ഈ ദർശനം, ഈഢ്യ അല്ലയോ ആരാധ്യനായ ഭഗവാനെ, അങ്ങയുടെ ഈ ദർശനം രൂഢയോഗ യോഗിന, അതായത് അതികഠിനമായ അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ യോഗാവസ്ഥയെ പ്രാപിച്ച മഹായോഗികൾ പോലും ജന്മജന്മാന്തര യാത്രകളിലൂടെ സദ്ഭി ആശാസതെ ആഗ്രഹിക്കുന്നതാണ് അങ്ങയുടെ ഈ ദർശനം കിട്ടാൻ. അത്രയ്ക്ക് വിരളമായി മാത്രം കിട്ടുന്നതാണ് ഈ ഭാഗ്യം. യഥാർത്ഥത്തിൽ ഭഗവാനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അതേ ഭഗവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ഭക്തന്റെ മുന്നിൽ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഭക്തൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും ആലോചിച്ച് നോക്കുക അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഞാൻ നേടിയിരിക്കുന്നു അത്യധികം സത്വഗുണങ്ങളുടെ സംഭരണിയായ അങ്ങയുടെ ഈ രൂപത്തെ. അത് അങ്ങനെ ഈ രൂപം ഇങ്ങനെ ദർശനം കിട്ടാൻ ഒരുപാട് യോഗികള് നിത്യമായ യോഗാവസ്ഥയിൽ യോഗ പരിശീലനത്തിലൂടെ മനസ്സേകാഗ്രമാക്കി യോഗാവസ്ഥയെ പ്രാപിച്ച് ജന്മജന്മങ്ങൾ കൊണ്ട് അവർ ഒരുപാട് ജന്മങ്ങളിൽ അവർ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു ദർശനം കിട്ടാനായിട്ട്. ആ ദർശനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ എത്ര സന്തോഷവാനാണ്, ഞാൻ എൻ്റെ കണ്ണുകൾക്ക് പൂർണ്ണ സാഫല്യം വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാണ് കേട്ടോ. ഇനി പറയാണ് ശ്ലോകം 14, യേ മായയാത്തെ ഹതമേധസാ ത്വത് പാദാരവിന്ദം ഭവ സിന്ധുപോദം ഉപാസതേ കാമലവായ തേഷാം രാസി ഈശ എന്ന് വെച്ചാൽ രാസി ഈശ കാമാ നിരയഃ അഭി യേ സ്യു യേ മായയാ തേ ഹതമേധസാ ത്വത് പാദാരവിന്ദം ഭവസിന്ധുപോദം ഉപാസതേ കാമലവായ തേഷാം രാസി ഈശ കാമാൻ നിരയേ അഭി യേ സ്യു. യേ അവർ മായയാന്ന് വെച്ചാൽ ഭഗവാന്റെ മായയാൽ, തേ എന്ന് വെച്ചാൽ ഭഗവാന്റെ മായയാൽ ഹതമേധസ, ഹതം ഇല്ലാണ്ടാവുക, പ്രചോദിതമായ ബുദ്ധി ഇല്ലാതായി പോയ ത്വത് അങ്ങനെയുള്ളത് യേ ആരാണോ, അതാണ് പറയുന്നത്. അല്ലയോ ത്വത് എന്ന് വെച്ചാൽ ഭഗവാനെ, അവിടുത്തെ ആ മായാശക്തിയിൽ പെട്ടിട്ട് ആ പ്രചോദിതമായ ബുദ്ധിയെ നഷ്ടപ്പെട്ട് ഇല്ലാതായി പോയവർ ആരാണോ അവര് പോലും എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മായയിൽ പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ മായ കൊണ്ട് നിർമ്മിതമായ ഈ ഭൗതിക ലോകത്ത് ജീവിച്ച് ഇവിടെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളിൽ മനസ്സ് പെട്ട് ഉഴലുന്ന സാധാരണ ഭൗതിക ജീവിതം മാത്രം അതിൽ ആസക്തരായി ജീവിക്കുന്ന മനുഷ്യർ, അവർക്ക് ആ പ്രചോദിതമായ ബുദ്ധിയില്ല. അതിൻ്റെ കാരണം ഭഗവാന്റെ തന്നെ മായയാണ്. ഭഗവാൻ തന്നെയാണല്ലോ ആ പ്രകൃതി തന്നെ, ആ പ്രകൃതിയുടെ മായയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങയുടെ മായയിൽ പെട്ടിട്ട് ആ മായയിൽ തന്നെ പെട്ടുകിടന്ന് പ്രചോദിതമായ ബുദ്ധിയെ നഷ്ടപ്പെട്ടു പോയവരാരാണോ അവരൊക്കെ പോലും പാതാരവിന്ദം, അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഭവസിന്ധുപോദം, ഭവ എന്ന് വെച്ചാൽ ഈ ലോകം എന്ന് പറയുന്ന സിന്ധു സാഗരം, അതിലെ ആ സംസാര സാഗരത്തെ മറികടക്കാൻ സഹായിക്കുന്ന തോണി, പോദം എന്ന് വെച്ചാൽ തോണിയാണ് അങ്ങയുടെ പാതാരവിന്ദം. മനസ്സിലായോ? ഒരുപാട് ഉള്ളൊഴുക്കുകൾ, മത്സ്യങ്ങൾ, മകരമത്സ്യങ്ങൾ, സ്രാവ്, തിമിംഗലം, കുത്തൊഴുക്ക്, അതുപോലെ ചുഴികൾ, വേലിയേറ്റം, വേലിയിറക്കം, വലിയ വലിയ തിരമാലകൾ, ഇതുകൊണ്ടൊക്കെ ഇത്രമാത്രം പ്രശ്നങ്ങളാകുന്ന സംസാര സാഗരത്തിൽ നീന്തിക്കിടക്കാൻ നമ്മളെ, ആ സാഗരത്തിൽ നമ്മളെ കടന്നു പോവാൻ നമ്മളെ സഹായിക്കുന്ന തോണിയാണ് ഭഗവാനെ അവിടുത്തെ തൃപ്പാദങ്ങളെ. ആ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുന്ന ഒരുവന് മാത്രമേ ഈ ഒരു സാഗരത്തെ, ഭൗതിക ജീവിതമാകുന്ന ഈ ഒരു ലോക ജീവിതമാകുന്ന ഈ ഒരു സാഗരത്തെ എന്താ പറയുക, മനസ്സിൻ്റെ നിയന്ത്രണത്തോടു കൂടി, അതായത് എല്ലാ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും മനോനിയന്ത്രണം കൈവിടാതെ തരണം ചെയ്ത് കടക്കാൻ പറ്റുള്ളൂ എന്ന്. അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, തോണി എന്ന് പറയുന്ന ഭഗവാന്റെ പാദങ്ങളാ. അവിടെ പോയി വീഴുക, അവിടെ പോയി ആ തൃപ്പാദങ്ങളിൽ ശരണാഗതി സമർപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ ഒരേ ഒരു വഴി. അപ്പോൾ അതാണ് പറയുന്നത്, അങ്ങനെയുള്ള ആ വഴി ഭഗവാന്റെ മായയിൽപ്പെട്ട് ഉഴലുന്ന പ്രചോദിതമായ ബുദ്ധി ഇല്ലാത്തവർ പോലും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ഉപാസത എന്ന് വെച്ചാൽ ഉപാസിക്കുന്നു, അവിടുത്തെ പാദങ്ങളെ ഉപാസിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് അവർ ഉപാസിക്കുന്നത്? കാമലവായ, അതായത് അവരുടെ
ഭൗതികമായ കുറേ സന്തോഷങ്ങൾ, അവരെന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആ സന്തോഷങ്ങൾ, തേഷാം അവരുടെ സന്തോഷങ്ങളെ ഈശ, അതായത് അല്ലയോ ഭഗവാനെ, രാസി അങ്ങ് നൽകുന്നു. ആ അവരുടെ ആഗ്രഹങ്ങൾ അങ്ങ് നൽകി കൊടുക്കും. കാമാൻ നിരയേ അഭി, നിരയേ എന്ന് വെച്ചാൽ എന്താ പറയുക, നരകത്തിലിരിക്കുന്നവരുടെ കാമാൻ ആഗ്രഹങ്ങളെ പോലും യേശു അനുഗ്രഹമായിട്ട് സാധിച്ചു കൊടുക്കുന്ന അങ്ങ് ഏതൊരു ഭൗതിക ജീവിതം നയിക്കുന്നവനും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭൗതിക ആഗ്രഹങ്ങൾ വരെ സാധിച്ചു കൊടുക്കുമല്ലോ ഭഗവാനെ. അത് കാരണം ഈ സംസാര സാഗരമാകുന്ന ഈ ഒരു യാത്രയിൽ മറികടക്കാനുള്ള തോണി എന്ന് പറയുന്നത് ആത്മീയമായ ആ സാക്ഷാത്കാരമാണെങ്കിലും ഭൗതിക ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളാണെങ്കിലും ഇത് സാധ്യമാകണമെങ്കിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ, സമർപ്പിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഇതിനൊരു തോണി. എന്തിനാണ്? മോക്ഷത്തിനെന്ന് മാത്രമല്ല, ഭൗതിക ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിനും ആവശ്യങ്ങളും പൂർത്തീകരണത്തിനും ഇത് മാത്രമേ ഉള്ളൂ ഒരേ ഒരു വഴി. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് സംസാര സാഗരത്തെ മറികടക്കാനുള്ള തോണിയാകുന്ന അങ്ങയുടെ തൃപ്പാദങ്ങളെ, ഈ ഒരു മായയിൽപ്പെട്ട് ലൗകിക ജീവിതം നയിക്കുന്ന പ്രചോദിതമായ ബുദ്ധി നഷ്ടപ്പെട്ടവർ പോലും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഏതൊരു നരകത്തിൽ കിടക്കുന്നവന് പോലും അവൻ്റെ ആഗ്രഹങ്ങളെ സാധിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ സാധിച്ചു കിട്ടും. അവന് പോലും വരം നൽകുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞാൽ അതും സാധ്യമാകും എന്നാണ് പറയുന്നത്. എന്നിട്ട് ശ്ലോകം 15 പറയാണ്, കാരണം അദ്ദേഹം അത് പറയാൻ കാരണം എന്താ? അദ്ദേഹം ഇപ്പം ഈ തപസ് ചെയ്ത് ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം മോക്ഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിന് കാരണം ഒരു കർമ്മം അദ്ദേഹത്തിനൂടെ ചെയ്യാണ്ട്, സൃഷ്ടികർമ്മം. അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു പത്നിയെ കിട്ടണം, അത് ഭംഗിയായി ചെയ്യാൻ സാധിക്കണം. ഈ ആഗ്രഹം, അപ്പം അതൊരു ഭൗതിക ആഗ്രഹമല്ലേ? കർമ്മം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭൗതികമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഭഗവാനോട് ആദ്യം പറഞ്ഞ കാര്യം അതാണ്. ഏതൊരു മോക്ഷം മാത്രമല്ല, ഭൗതികമായ ആഗ്രഹങ്ങൾ പോലും ഈ മായയിൽപ്പെട്ട് ജീവിക്കുന്നവർ ആവശ്യപ്പെട്ടാൽ അങ്ങയുടെ തൃപ്പാദങ്ങളെ പ്രാപിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സാധിക്കുമല്ലോ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഞാനും അങ്ങനെ ഒരു ദുരാഗ്രഹിയാണ് എന്ന് കർദമ മഹർഷി പറയാണ്. അതാണ് ശ്ലോകം 15. തഥാ സഹ ച അഹം പരിവോഢു കാമഃ സമാനശീലാം ഗൃഹമേധധേനും ഉപേയീവാൻ മൂലം അശേഷമൂലം ദുരാശയഃ കാമദുഃഖ അംഗ്രിപസ്യ കാമദുഃഖ അംഗ്രിപസ്യ. അപ്പോൾ തഥാ എന്നിട്ട് പറയാണ് അതുപോലെ. തഥാ എന്ന് വെച്ചാൽ തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൻ്റെ ബാക്കിയായിട്ട് പറയാണ് അതുപോലെ ഒരു ദുരാഗ്രഹിയാണ്, ഒരു ഭൗതിക ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അങ്ങയുടെ മുന്നിൽ അങ്ങയെ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് തപസ് ചെയ്തതെന്ന് പറയാണ്. തഥാ അതുപോലെ ദുരാശയ, അതായത് ഒരു ദുരാഗ്രഹിയായിട്ടുള്ള സഹ അഹം ഈ ഞാൻ പരിവോട് കാമ സമാനശീല എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? എൻ്റെ ശീലത്തിനോട് മൈത്രീഭാവമുള്ള ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ, അതായത് എൻ്റെ സ്വഭാവത്തിനോട് ചേർന്ന് പോകുന്ന, എൻ്റെ സ്വഭാവത്തിന്, എൻ്റെ രീതികളോട്, എൻ്റെ മനസ്സിനോട് ചേർന്ന് പോകുന്ന മൈത്രീഭാവമുള്ള ഒരു പെൺകുട്ടിയെ. എന്നിട്ട് പറയാണ് ഗൃഹമേധധേനു, എൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ ഭംഗിയാക്കി നിലനിർത്താൻ കഴിയുന്ന ഒരു കാമധേനു. എല്ലാം നൽകുന്നവളാണല്ലോ കാമധേനു. അപ്പോൾ എൻ്റെ കുടുംബജീവിതത്തെ, ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ ഭംഗിയായി നിലനിർത്താൻ കഴിയുന്ന കാമധേനു പോലെ, എല്ലാം ഭംഗിയാക്കി തരാൻ കഴിയുന്ന കാമധേനു പോലെയുള്ള ഒരു നിർമ്മലമായ ഒരു പെൺകുട്ടിയെ, എൻ്റെ മനസ്സിനോട് ചേർന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയെ പരിവോട് കാമ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാണ് അത് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് കാമ ദുഃഖ അംഗ്രിപസ്യ, അതായത് ഏത് ആഗ്രഹങ്ങളും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചാൽ സാധിച്ചു കൊടുക്കുന്ന ഭഗവാൻ അശേഷമൂലം, എല്ലാത്തിൻ്റെയും മൂലകാരണമായ ആ ഭഗവാനെ ഉപേയുവാൻ ഞാനിതാ ആശ്രയിക്കുന്നു. എൻ്റെ ആഗ്രഹം ഇതാണ്, അതാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും ഒരു ദുരാഗ്രഹിയാണ് ഭഗവാനെ. ഞാൻ മോക്ഷമൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാനിപ്പോൾ ഈ തപസ് ചെയ്തത്. അതായത് എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്യേണ്ട സൃഷ്ടികർമ്മം, എന്നിൽ നിക്ഷിപ്തമായ കർമ്മം അതാണ്. അപ്പോൾ അതിന് എൻ്റെ സ്വഭാവത്തോട് മൈത്രീഭാവമുള്ള ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കാൻ, സ്വസ്ഥമായ രീതിയിൽ നയിക്കാൻ അനുയോജ്യമായ കാമധേനു പോലെയുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കണം.
അതിനെ എന്താഗ്രഹവും സാധിച്ച് വരമായി നൽകുന്ന അങ്ങയുടെ എല്ലാത്തിൻ്റെയും മൂലസ്ഥാനമായ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് ആശ്രയിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കണേ. എന്നിട്ട് പറയാണ് ശ്ലോകം 16 പ്രജാപതേഹേ തേ വചസാ അധീശ തന്ത്യ ലോകഃ കില അയം കാമഹത അനുബന്ധ അഹം ച ലോക അനുഗതഃ വഹാമി ബലിം ച ശുക്ലാ അനിമിഷായ തുഭ്യം പ്രജാപതേഹേ തേ വചസാ അധീശ തന്ത്യ ലോകഃ കില അയം കാമഹത അനുബന്ധ അഹം ച ലോക അനുഗതഃ വഹാമി ബലിം ച ശുക്ലാനിമിഷായ തുഭ്യം. അതായത് പ്രജാപതി, എല്ലാ ജീവസത്തകളുടെയും പതിയായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ പോലും പതിയായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ നിർദ്ദേശത്താലാണ്, വചസ എന്ന് വെച്ചാൽ അങ്ങയുടെ ആജ്ഞ, അങ്ങയുടെ നിർദ്ദേശത്താലാണ് അധീശ, സകലതിൻ്റെയും അധീശനായ ഭഗവാനെ അങ്ങയുടെ നിർദ്ദേശമാകുന്ന തന്ത്യ എന്ന് വെച്ചാൽ കയറ്, ആ കയറിനാൽ ലോക കില അയം കാമഹതഃ എന്ന് വെച്ചാൽ ദുരാഗ്രഹങ്ങളാൽ ആഗ്രഹം കൊണ്ട് കീഴടക്കപ്പെട്ട ലോക കില അയം, ഈ ഒരു ലോകം തീർച്ചയായിട്ടും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലയോ ഭഗവാനെ, പ്രജാപതി എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള പ്രജാപതിയായ അങ്ങയുടെ വാക്കുകൾ, അങ്ങയുടെ നിർദ്ദേശം എന്താണോ, അങ്ങയുടെ ഇച്ഛ എന്താണോ, ആ ഇച്ഛയാകുന്ന കയറിനാൽ ദുരാഗ്രഹം കൊണ്ട് കീഴടക്കപ്പെട്ട ഈ ലോകം ഉണ്ടല്ലോ, ഈ ലോകത്തിലെ സകലതും അങ്ങയുടെ ഇച്ഛയാകുന്ന കയറിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്, ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ ആ ഭഗവാന്റെ കയ്യിലെ കളിപ്പാവകളാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ മനസ്സിൻ്റെ ചലനമാകുന്ന ചിന്തകൾ, ബുദ്ധിയുടെ ചലനങ്ങളാകുന്ന തീരുമാനങ്ങൾ, ശരീരത്തിൻ്റെ ചലനം, നാവുകൊണ്ട് പറയുന്നത്, കയ്യ്, കാല്, കർമ്മേന്ദ്രിയങ്ങൾ, അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇങ്ങനെയുള്ള ശരീരത്തിൻ്റെ ചലനങ്ങളെല്ലാം, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങൾ, ഇൻറ്റേർണൽ ഓർഗൻസ്, ഇതൊക്കെ ചലിക്കുന്നത് അറിയാലോ. ഇതൊക്കെ ആ ഭഗവാന്റെ, ആ പ്രകൃതിയുടെ ഇച്ഛ, ഭഗവാന്റെ ഇച്ഛ പ്രകൃതി നടപ്പാക്കുന്നു. അങ്ങനെ ആ പരമാത്മാവിൻ്റെ നിർദ്ദേശം, ആജ്ഞ, ആ ഭഗവാന്റെ ഇച്ഛയാകുന്ന കയറിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കളിപ്പാവകളാണ് ഈ ലോകം മുഴുവനും. ഇപ്പൊ ബ്രഹ്മാവ് പോലും നമുക്കത് കാണിച്ചു തന്നു അല്ലേ. അത്രയ്ക്ക് ശ്രേഷ്ഠനായ ബ്രഹ്മദേവൻ പോലും ആഗ്രഹിച്ച പോലെയല്ല അദ്ദേഹം സൃഷ്ടികർമ്മം നടത്തിയത്. നല്ലത് മാത്രം വിതയ്ക്കണം എന്നൊക്കെ വിചാരിച്ച് തപസ് ചെയ്ത് ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് അറിഞ്ഞ് സൃഷ്ടികർമ്മം തുടങ്ങിയ ബ്രഹ്മാവിൻ്റെ പോലും മനോവ്യാപാരങ്ങളെ ബ്രഹ്മാവിന് പോലും നിയന്ത്രിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ മനോവ്യാപാരത്തിനനുസരിച്ചുള്ള സൃഷ്ടികൾ അവിടെ ഉണ്ടായപ്പോൾ അദ്ദേഹം പോലും മനസ്സ് വിഷമിച്ച് പലപ്പോഴായി മനസ്സുകൊണ്ടായ ശരീരത്തെ ഉപേക്ഷിക്കുന്ന അവസ്ഥയെ വന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഇതൊന്നും എൻ്റെ കയ്യിലല്ല. നമ്മളൊക്കെ കളിക്കുക, ഭഗവാൻ ഇങ്ങനെ ചരടുകൊണ്ട് വലിക്കുന്നതിനനുസരിച്ച് നമ്മളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കർമ്മങ്ങളും ആ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഇവിടെ ഇങ്ങനെ നടമാടുകയാണ്. തിരക്കഥ അവിടെ എഴുതി ആളിങ്ങനെ ഒരു നൂലുകൊണ്ട് കെട്ടിയിട്ടു നമ്മളെയൊക്കെ. എന്നിട്ട് ആൾ തിരിക്കുന്ന അവിടത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മൾ നടക്കുന്നു, ഇരിക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു, ജോലി ചെയ്യുന്നു, എല്ലാ ആൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് നടന്നുകൊണ്ടിരിക്കണം. പക്ഷെ ഇതറിയാതെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ കഴിവും എൻ്റെ ശക്തി എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ തീരുമാനിച്ചു, ഞാൻ ചിന്തിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ ചെയ്തു, ഞാൻ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുകയാണ്, എല്ലാത്തിൻ്റെയും പ്രജാപതി ആയിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ നിശ്ചയമാകുന്ന ചരടിനാൽ ഈ ദുരാഗ്രഹത്താൽ എന്ന് വെച്ചാൽ നിയന്ത്രിതമല്ലാത്ത ആഗ്രഹത്താൽ കീഴടക്കപ്പെട്ടതാണ് ഈ ലോകം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയാണ്, അഹം ച ലോക അനുഗത, അഹം ച ഈ ഞാനും ആ ലോകത്തെയാണ് അനുഗമിക്കുന്നത് എന്ന്. ദുരാഗ്രഹത്താൽ കീഴടക്കപ്പെട്ട ഈ ലോകത്തെ അങ്ങയുടെ ഇച്ഛയാൽ പ്രവർത്തിക്കുന്ന ഈ ലോകം, അപ്പം അങ്ങയുടെ ഇച്ഛയാണ് ഈ ലോകത്തിലുള്ളവരൊക്കെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവണം, ആ ആഗ്രഹത്തിനനുസരിച്ച് അവരൊക്കെ ചിന്തിക്കണം, പ്രവർത്തിക്കണം, മനസ്സിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹം തോന്നണം, ഇവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളത് ഭഗവാന്റെ ഇച്ഛയാണ്. അല്ലാണ്ട് ഈ ആഗ്രഹത്തെ
നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആഗ്രഹങ്ങളല്ല നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഈശ്വരൻ്റെ ഇച്ഛയാണ് നമ്മുടെ ഉള്ളിൽ ഈ ആഗ്രഹമായിട്ട് വരുന്നത്. ഓരോരോ തീരുമാനങ്ങൾ ആഗ്രഹങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ഈശ്വരേച്ഛയാണ്, ഈശ്വരൻ്റെ നിശ്ചയമാണ് അതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈശ്വര നിശ്ചയമാകുന്ന കയറിനാൽ ബന്ധിക്കപ്പെട്ട ദുരാഗ്രഹം നിറഞ്ഞ ആ ലോകം ഉണ്ടല്ലോ, ആ ലോകം പോകുന്ന വഴി കൂടെ തന്നെ ഞാനും പോകുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഞാനും അങ്ങയുടെ നിശ്ചയമാകുന്ന കയറിനാൽ ബന്ധിക്കപ്പെട്ട ദുരാഗ്രഹിയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങളൊക്കെ അങ്ങുണ്ടാക്കുന്നതാണ് ഈ ചിന്ത. സത്യത്തിൽ മോക്ഷം ആഗ്രഹിച്ച ഞാൻ ഇപ്പോൾ കർമ്മം ചെയ്യാൻ നിർബന്ധിതനായി, സൃഷ്ടികർമ്മം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ അതിനെ പറ്റിയ ഒരു ഭാര്യയെ വേണമെന്ന് ആഗ്രഹം തോന്നുന്നു. അപ്പോൾ ഈ ആഗ്രഹമൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയതാരാ? അങ്ങാണ്. അതാണ് പറയുന്നത് അഹംച ലോകാനുഗത. അങ്ങാകുന്ന കയറിനാൽ ബന്ധിക്കപ്പെട്ട ആ ലോകത്തെയാണ് ഞാനും അനുഗമിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ ശുക്ല അനിമിഷായ തുഭ്യം, ശുക്ല എന്ന് വെച്ചാൽ ധർമ്മസ്വരൂപനായ ഭഗവാനെ, അനിമിഷായ അതായത് പ്രകൃതി ശാശ്വതമാകുന്ന കാലം പ്രകൃതിയായി നിൽക്കുന്ന അങ്ങയ്ക്ക് തുഭ്യം, ആ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ ആഗ്രഹത്തെ ബലിം അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വഹാമി, ഈ കർമ്മത്തെ ഞാൻ നിർവഹിക്കാമെന്ന്, സൃഷ്ടികർമ്മത്തെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് ഞാൻ നിർവഹിക്കാം. ഞാൻ ആഗ്രഹിച്ചതല്ല ഇപ്പം ഈ ഇങ്ങനെ ഒരു സൃഷ്ടികർമ്മം ചെയ്യണമെന്ന്, ഇത് അങ്ങയാൽ എന്നിൽ നിക്ഷിപ്തമാക്കിയ കർമ്മമാണ് ഇത്. അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് അങ്ങയുടെ ഇച്ഛയോടും അങ്ങയുടെ അനുഗ്രഹത്തോടു കൂടിയും വേണം ചെയ്യാൻ. അപ്പം ഈ കർമ്മം ചെയ്യുമ്പോൾ എന്തായാലും ആഗ്രഹങ്ങൾ വരും. ആ കർമ്മം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, എനിക്ക് അതുപോലെ ആക്കണം, ഇതുപോലെ ആക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും ഇല്ലേ? അതുപോലെ എൻ്റെ മനസ്സിൽ നല്ലൊരു പത്നിയെ വേണം, അവളിലൂടെ വേണം എനിക്ക് സൃഷ്ടികർമ്മം നടത്താൻ, നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ എൻ്റെ മനസ്സിപ്പോൾ ആഗ്രഹിക്കുന്നു. അത് എൻ്റെ കുഴപ്പമില്ല, കാരണം ഞാൻ അറിയുന്നു ഈ ലോകം മുഴുവൻ അങ്ങ് വലിക്കുന്ന ചരടുമ നടന്നുകൊണ്ടിരുന്ന നമ്മുടെ ശരീര മനോബുദ്ധി ചലിക്കുന്ന ശക്തി അവിടെ നിന്നാണ്. അപ്പം അങ്ങ് ചലിപ്പിക്കുന്നത് കൊണ്ട് ആണ് എല്ലാ ചിന്തകളും തീരുമാനങ്ങളും പ്രവൃത്തികളും കർമ്മങ്ങളും ഇവിടെ നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണെന്നാണ്. അപ്പോൾ അങ്ങാകുന്ന ചരടിനാൽ ബന്ധിക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക ഞാനും. അപ്പോൾ അതുകൊണ്ട് അങ്ങേ എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള ഈ ഒരു കർമ്മം ഉണ്ടല്ലോ, സൃഷ്ടികർമ്മം ചെയ്യുക എന്ന് പറയുന്നത്, അല്ലയോ ഭഗവാനെ, ആ കർമ്മത്തെ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ എന്നോട് മൈത്രീഭാവമുള്ള ഒരു പത്നിയെ എനിക്ക് തരണേ. അവളിലൂടെ എനിക്ക് എൻ്റെ സൃഷ്ടിയെ ഭംഗിയാക്കാൻ, സൃഷ്ടികർമ്മത്തെ ഭംഗിയാക്കാൻ സാധിക്കണേ എന്ന് ഭഗവാനോട് പറയാണ്. ശ്ലോകം 17. ലോകാഞ്ച ലോകാനുഗതാൻ പശൂം ച ഹിത്വാ ശ്രിതാ തേ ചരണാദപത്രം പരസ്പരം തുതു ഗുണവാദസീതു പീയൂഷ നിര്യാപിത ദേഹധർമ്മ. ലോകാഞ്ച, ഈ സകല ലോകത്തിലും, ലോക അനുഗതാൻ അതായത് ഈ ലോകത്തിലൂടെ ജീവിച്ചു പോകുന്ന സകല എല്ലാത്തിലും, എല്ലാ ചരാചരങ്ങളും, അതായത് ഈ ലോകത്തിലുള്ള സകല ലോകത്തിലും സകല ലോകങ്ങളിലുമുള്ള നമ്മുടെയൊക്കെ പ്രാരാബ്ദങ്ങൾ പേറി, സ്വന്തം പ്രാരാബ്ദങ്ങൾ പേറി ജീവിക്കുന്ന സകല ചരാചരങ്ങളും. പശൂൻ ച എന്ന് വെച്ചാൽ മൃഗതുല്യമായിട്ട് എന്നർത്ഥം. അതായത് മൃഗങ്ങൾക്ക് പ്രചോദിതമായ വിവേകബുദ്ധി ഇല്ലല്ലോ, അവർക്ക് ഒരേ ഒരു ജീവിത ലക്ഷ്യമുള്ളൂ, നേരത്തിന് ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, ആ ഒരു ഭൗതിക ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, ഈ സകല ലോകങ്ങളിലും അവിടെയൊക്കെ മൃഗതുല്യമായി ജീവിക്കുന്നവരുണ്ടല്ലോ, അതായത് ഈ ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി കൊണ്ട് മാത്രം, ഈ ഒരു ചിന്ത മാത്രം, മനസ്സിലായി? ചിലപ്പോൾ ദുഷ്ടന്മാരൊന്നായിരിക്കില്ല, നല്ലവരായിരിക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈശ്വര ചിന്തയില്ല, ആത്മീയ ചിന്തയില്ല, ഭൗതികമായ ഓരോരോ പ്ലാനുകൾ നേടണം, അത് നേടണം, ഇത് നേടണം, ആ കർമ്മം, ആ ലക്ഷ്യം പൂർത്തിയാക്കണം, ഈ ലക്ഷ്യം പൂർത്തിയാക്കണം, ഇങ്ങനെയുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരെ, ആളുകളോടൊക്കെയുള്ള ബന്ധം ഹിത്വ ഉപേക്ഷിച്ചിട്ട് ചരണാദപത്രം, തേ ചരണാദപത്രം, ഭഗവാന്റെ പാദാംബുജമാകുന്ന കുടയുണ്ടല്ലോ, നമുക്ക് അഭയം പ്രാപിക്കാനുള്ള ആ കുട, അതിനെ മാത്രമായിട്ട് ശ്രിത ആശ്രയിച്ചിട്ട്, അങ്ങനെ ആശ്രയിക്കുന്നവർ തമ്മിൽ പരസ്പരം അന്യോന്യം ത്വതുഗുണവാദ, അങ്ങയുടെ ഗുണകഥകളെ ഇങ്ങനെ പറഞ്ഞിരുന്ന് സിതു എന്ന് വെച്ചാൽ അതിൻ്റെ ഉന്മാദാവസ്ഥയിൽ
പീയൂഷ, ആ അമൃതത്തിൽ ഇങ്ങനെ ആ അമൃത തുല്യമായ അനുഭവത്തെ, സുഖത്തെ, ആനന്ദത്തെ അനുഭവിച്ച്, നിരാപ്യത എന്ന് വെച്ചാൽ അതിനെ അനുഭവിച്ച്, ദേഹധർമ്മ എന്ന് വെച്ചാൽ ഞാനൊരു ശരീരമാണെന്നുള്ള ബോധവും ശരീരത്തെ കാക്കണമെന്നുള്ള ബോധമൊക്കെ നഷ്ടപ്പെട്ടവരായിട്ട്, നിര്യാപിത എന്ന് വെച്ചാൽ മറന്നു ജീവിക്കുന്നവർ എന്നർത്ഥം. അതായത് ഇവിടെ ശ്ലോകത്തിൻ്റെ പൂർണ്ണത വരുന്നത് 18 കൂടി പറയുമ്പോഴാണ് വരിക. അതായത് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ സകല ലോകങ്ങളിലും ആ ലോകങ്ങളിലുള്ള ഈ മൃഗതുല്യമായിട്ട് ഭൗതിക ചിന്തയിൽ മാത്രം ജീവിക്കുന്നവരോടൊക്കെയുള്ള ബന്ധം വിടണം. എന്നിട്ട് അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച് ജീവിക്കുന്ന എന്താ പറയുക നിഷ്കളങ്കരായ ഭക്തരുണ്ടല്ലോ, അവരോട് കൂട്ടുകൂടണം. അവർ പരസ്പരം ചേർന്നിരുന്ന് എപ്പോഴും ഭഗവാന്റെ ഗുണകഥകളെക്കുറിച്ച് പറഞ്ഞ് ആനന്ദിച്ച് ആ ആനന്ദത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ ഞാനൊരു മനുഷ്യനാണെന്നുള്ള ദേഹചിന്ത പോലും ചിലപ്പോൾ അവർ മറന്നു പോകുന്നതെന്ന്. അത്രയ്ക്ക് നിഷ്കാമ ഭക്തന്മാരാ, ഒന്നും ആഗ്രഹിക്കില്ല, ഭഗവാനോടുള്ള ഭക്തിരസത്തിൽ മുഴുകി കഴിയുന്ന ഭക്തന്മാർ. എന്നിട്ട് പറയാണ് അവരുടെ 18ാമത്തെ ശ്ലോകം, ന തേ അജര അക്ഷഭ്രമി, ന തേ അജര, ഒരു മിനിറ്റ്, അക്ഷഭ്രമി, അജര അക്ഷഭ്രമി ആയുഹു ഏഷാം. അതങ്ങനെ വായിക്കണം. ന തേ അജര അക്ഷഭ്രമി ആയുഹു ഏഷാം ത്രയോദശാം അരം 300 ഷഷ്ടിപർവ ഷണ്യേമി അനന്തച്ഛതി യത് തൃണാഭി കരാളസ്രോതഃ ജഗദാത് അച്ഛിദ്യ ധാവത്. ഒന്നുകൂടി വായിക്കാം. ന തേ അജര അക്ഷഭ്രമി ആയുഹു ഏഷാം ത്രയോദശാം അരം 300 ഷഷ്ടിപർവ ഷണ്യേമി അനന്തച്ഛതി യത് തൃണാഭി കരാളസ്രോതഃ ജഗദാത് അച്ഛിദ്യ ധാവത്. അതെന്താ ഇവിടെ പറയണേന്നോ, അങ്ങനെയുള്ള ഭക്തന്മാരുണ്ടല്ലോ, അതായത് ഭൗതിക ചിന്തയിൽ മുഴുകി കഴിയുന്നവരോടായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഒന്നും കാമിക്കാതെ, ഒരു ആഗ്രഹവുമല്ലാതെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന നിഷ്കാമമായ ഭക്തര്, അവരുടെ പ്രത്യേകത അവർ അങ്ങനെയുള്ള ഭക്തന്മാരോട് ചേർന്നിരുന്ന് സദാ ഭഗവാന്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് അതിൽ രസം പിടിച്ചു വരുമ്പോൾ സ്വന്തം ദേഹബുദ്ധി പോലും അവർക്ക് ഇല്ലാണ്ടാകുന്നു. അങ്ങനെയുള്ളവരുടെ ആയുഹു ഏഷാം, അവരുടെ ആയുസ്സിനെ നഹ തേ, ഇത് ബാധിക്കുന്നില്ല എന്ന്, അവരുടെ ആയുസ്സിനെ ഇത് ബാധിക്കുന്നില്ല. ന തേ എന്ന് വെച്ചാൽ അത് ബാധിക്കുന്നില്ല. എന്താണോ ബാധിക്കാത്തതെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. അജര എന്ന് വെച്ചാൽ ആ എന്താ പറയുക ശാശ്വതമായത്, നാശമില്ലാത്ത അനശ്വരമായ ആ ഭഗവാന്റെ അക്ഷഭ്രമി, ആ ഭഗവാനാകുന്ന അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നു എന്ന് മനസ്സിലായ, ഒരു നാശമില്ലാത്ത ശാശ്വതമാകുന്ന പരബ്രഹ്മമാകുന്ന അച്ചുതണ്ടിൽ കറങ്ങുന്ന, അക്ഷം എന്ന് വെച്ചാൽ അച്ചുതണ്ടിൽ, ഭ്രമി ഇങ്ങനെ കറങ്ങുന്ന, ത്രയോദശ അരം 13 മാസം. കാലചക്രത്തെയാണ് കേട്ടോ ഇവിടെ ഇത്രയും കഠിനമായ വാക്കുകളിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. പറയുകയാണെങ്കിൽ കാലചക്രം അതാണ് പറയുന്നത്. പരമാത്മാവാകുന്ന ആ ഒരു എന്താ പറയുക അച്ചാണിയിൽ ഇങ്ങനെ കറങ്ങുന്ന, അങ്ങനെ അച്ചുതണ്ടിൽ കറങ്ങുന്ന ത്രയോദശം അരം 13 മാസം. 300 എന്ന് വെച്ചാൽ 300, ഷഷ്ടിപർവം എന്ന് വെച്ചാൽ 60, അപ്പം 360 ദിവസം. ഇവിടെ 13 മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം, ചില വർഷങ്ങൾ ഫെബ്രുവരിയിൽ ദിവസം കൂടുമല്ലോ, അതാണ് ആ 13 മാസം എന്ന് പറയുന്നത്. പിന്നെ 300 ഷഷ്ടിപർവം എന്ന് വെച്ചാൽ 360 ദിവസം. ഷണ്യേമി എന്ന് വെച്ചാൽ 6 ഋതുക്കൾ. അനന്തച്ഛതി എന്ന് വെച്ചാൽ ആ 6 ഋതുക്കളിൽ നിരവധി ഇലകൾ, ദളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, 6 ഋതുക്കളിൽ ഒരുപാട് സമയങ്ങൾ കടന്നു പോകുന്നുണ്ട് അല്ലേ. നമ്മൾ കാലനിർണയം എന്ന അധ്യായത്തിൽ പഠിച്ചിരുന്നു. ഏറ്റവും ചെറിയ സമയം ലവ, അതുപോലെ നിമിഷം, അങ്ങനെ കയറിപ്പോയിട്ട് ഒരു നിമിഷം, ഒരു യാമം എന്നൊക്കെ പറഞ്ഞ് 1 മണിക്കൂർ, ഒരു ദിവസം ഇങ്ങനെ പറയില്ലേ, അതാണ് അനന്തച്ഛതി. അതായത് നിരവധി ദളങ്ങൾ. അപ്പോൾ 13 മാസം, 360 ദിവസം, 6 ഋതുക്കൾ, ഇതിൻ്റെ ഇടയിൽ വരുന്ന നിരവധി ചെറിയ ചെറിയ നിമിഷങ്ങൾ,
പിന്നെ യത് തൃനാഭി, തൃനാഭി എന്ന് വെച്ചാൽ ത്രൈനാഭി എന്ന് വെച്ചാൽ അർത്ഥം പറയുന്നത് 4 മാസങ്ങൾ 3 പ്രാവശ്യം വരുന്ന 4 മാസങ്ങളോട് കൂടുന്ന 3 നാഭി എന്ന് വെച്ചാൽ നടുഭാഗം, മധ്യഭാഗം, അങ്ങനെയാണ് പറയുന്നത്. അതായത് ഈ 1 വർഷം എന്ന് പറഞ്ഞാൽ 4 മാസങ്ങളോട് കൂടുന്ന 3 നാഭികളല്ലേ, 4 4 8 4 12, അപ്പം 3 നാഭികൾ. അങ്ങനെ ഉള്ള കരാള സ്രോതഃ, ഭയങ്കരമായ വേഗതയിൽ ഓടുന്ന ജഗത്ത്, ഈ ലോകത്തെ അച്ഛിദ്യ എന്ന് വെച്ചാൽ അങ്ങോട്ട് ചുരുക്കിയിട്ട് ധാവത്തുനിന്ന് ഓടുന്നത് ആരാണ്? ആ കാലചക്രം. ആ കാലചക്രത്തിൻ്റെ കുത്തൊഴുക്കിൽ ഈ ഭക്തന്മാർ, നിഷ്കാമ ഭക്തന്മാരും ഭഗവാനെ അങ്ങും പെടുന്നില്ല. അതാണ് ഈ 17ഉം 18ഉം ശ്ലോകം ഒരുമിച്ച് പറയുമ്പോഴാണ് അർത്ഥം പൂർത്തിയാവുക. ഭഗവാനെ ഈ ഭൂമിയിൽ കർദമ മഹർഷി പറയാണ്, ഈ ലോകത്ത് ഈ ഭൗതിക വിഷയങ്ങളിൽ ആസക്തരായിരിക്കുന്നവരായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടിട്ട് അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചിരിക്കുന്നവരുണ്ടല്ലോ, ആ നിഷ്കാമ ഭക്തന്മാർ, അവരുടെ പ്രത്യേകത അവരങ്ങനെയുള്ളവരോടെ ചേർന്നിരിക്കുള്ളൂ. എന്നിട്ട് സദാ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഉന്മാദാവസ്ഥയിലെത്തി സ്വന്തം ദേഹബോധം പോലും നഷ്ടപ്പെട്ട അവരുണ്ടല്ലോ, അവരും ആ ഭഗവാനും കാലചക്രത്തിൽ നിന്നും മുക്തരായവരാണ്. മനസ്സിലായ? ആ കാലചക്രത്തെയാണ് ഈ പറയുന്നത്. പരമാത്മാവാകുന്ന അച്യുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന 13 മാസം 365 ദിവസം, പിന്നെ അതുകൂടാതെ 6 ഋതുക്കൾ കടന്നു പോകുന്നു, ഒരുപാട് നിരവധി ദളങ്ങളാകുന്ന ഒരുപാട് നിമിഷ സമയങ്ങൾ കടന്നു പോകുന്നു, പിന്നെ 4 മാസങ്ങൾ ആകുന്ന 3 മധ്യഭാഗങ്ങൾ വരുന്നു. ഇങ്ങനെ ഭയാനകമായ സ്പീഡിൽ, ഭയങ്കരമായ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ജഗത്തിനെ ചുരുക്കിയിട്ട് അങ്ങോട്ട് വളരെ ചെറുതാക്കി ഇങ്ങനെ ചുരുക്കി ഓടുന്ന ആ കാലചക്രം ഉണ്ടല്ലോ, ആ കാലചക്രത്തിൽ പെടുന്നില്ല എന്ന് ഭഗവാനും പെടില്ല, ഭഗവാന്റെ നിഷ്കാമ ഭക്തരും ആ കാലചക്രത്തിൽ പെടുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് കഴിഞ്ഞു ഇന്നത്തെ സത്സംഗം. അതായത് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന് നമ്മൾ നാരായണീയത്തിൽ കേട്ടില്ലേ, ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നില്ലേ, സമയകാലദേശങ്ങൾക്കൊക്കെ മുകളിലാണ് യഥാർത്ഥ പരമാത്മാവ്. ആ പരമാത്മാവിനെ ഇന്ന സ്ഥലം, ഇന്ന സമയം, ഇന്ന കാലം, പകല് രാത്രി, ഇന്ന മാസം നല്ലത്, ഇന്ന ദിവസങ്ങൾ നല്ലത്, നമ്മളൊക്കെയല്ലേ രാഹുകാലം നോക്കുക, ഇറങ്ങണ നേരത്തെ ലക്ഷണം നോക്കുക, മുഹൂർത്തം നോക്കുക, നല്ല സമയം, നല്ല മാസം, നല്ല ദിവസങ്ങൾ, നല്ല വർഷങ്ങൾ, ഇതൊക്കെ ഇപ്പം ഇന്ന് ചിങ്ങോന്ന് എല്ലാവരും പറയുന്നു, നല്ല മാസം, കർക്കിടകം മോശമാസം. ഈ വേർതിരിവുകളൊക്കെ ഭൗതിക ജീവിതത്തിൽ ആസക്തരായിട്ട് ജീവിക്കുന്ന മനുഷ്യർക്കേ ഉള്ളൂ. നല്ല സമയം, നല്ല നേരം, നല്ല കാലം, നല്ല മാസം, നല്ല ദിവസം, ഇതൊന്നും ഭഗവാനിൽ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി വസിക്കുന്നവർക്കും ഇങ്ങനെയുള്ള വേർതിരിവുകൾ, ആ കാലചക്രത്തിൻ്റെ കെടുതിയിൽ, ആ കാലചക്രത്തിൻ്റെ ചുരുളിൽ ഇവർ പെട്ടുപോകുന്നില്ല. കാരണം അവർക്കതില്ല. നല്ല സമയം, ആ സമയം നോക്കി ജീവിക്കുന്ന ഒരു ഇത് അവർക്കില്ല. മനസ്സിലായി? അവർക്ക് സമയം അറിയണ്ട, നിമിഷം അറിയണ്ട, ദിവസം അറിയണ്ട, കലണ്ടർ വേണ്ട, ഒന്നും വേണ്ട. ഓരോ നിമിഷവും ആ പ്രകൃതിയുടെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാനാകുന്ന ആ പ്രകൃതി നയിക്കുന്ന ഒഴുക്കിലൂടെ ഒഴുകി അങ്ങ് പോകുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത. അവർക്ക് സമയമില്ല. ഇന്ന കാര്യങ്ങൾക്ക് നല്ല സമയം നോക്കുക, നല്ലത് നിശ്ചയിക്കുക, നല്ല കാലത്ത് ഇരിക്കുക, അല്ലെങ്കിൽ നല്ല സമയത്ത് ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ നല്ലത് ചീത്ത എന്നൊരു വേർതിരിവ് അവർക്കില്ല. സമയകാല ദേശങ്ങൾക്കൊക്കെ അപ്പുറത്തായിരിക്കുന്ന ഭഗവാനെ അറിഞ്ഞ ഭക്തനും അതിൽ പെട്ടുപോകുന്നില്ല എന്നാണ്. മനസ്സിലായ? അപ്പം ജനനവും മരണവും അതിനെയൊന്നും അവർ ഭയക്കണില്ല. ഇന്ന സമയത്തുമ്പോൾ വാർദ്ധക്യം എത്തി അങ്ങനെയുള്ള ഭയമൊന്നും അവർക്ക് വരണില്ല എന്നർത്ഥം. അവരുടെ ആയുസ്സിനെ അത് ബാധിക്കണില്ല. കാരണം ജനിക്കുക മരിക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്നൊക്കെ അവർ പുറത്തു കിടക്കുന്നു. യഥാർത്ഥത്തിൽ ഭഗവാൻ ജനന മരണങ്ങളിൽ നിന്ന് മുക്തനായതുകൊണ്ട് ആ ഭഗവാനെ അങ്ങനെ അറിയുന്നവർക്കും ജനന മരണ ചിന്തയിൽ നിന്ന് അവരും മുക്തരാണ്. അപ്പോൾ അവർക്ക് സമയമില്ല. അപ്പോൾ ഈ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ഘട്ടം ജീവിതത്തിൻ്റെ, ഇത് പഠനകാലം, ഇത് കുടുംബജീവിതം നയിക്കാനുള്ള കാലം, ഇത് വാനപ്രസ്ഥത്തിനുള്ള കാലം, ഇത് സന്യാസത്തിനുള്ള കാലം, ഈ 4 വേർതിരിവുകൾ ഗൃഹസ്ഥാശ്രമം ജീവിതത്തിൽ ജീവിക്കുന്ന, ഭൗതിക ജീവിതം നയിക്കുന്ന സാധാരണ മനുഷ്യർ
മനുഷ്യരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെന്തിനാണ്, അപ്പോൾ അവര് സാധാരണ കുടുംബജീവിതം നയിക്കുന്നവരാ, വലിയ ആധ്യാത്മികമായ അറിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ ജീവിതത്തിൻ്റെ 4 കാലങ്ങളായി വേർതിരിച്ചിട്ട് അങ്ങനെയെങ്കിലും ചെയ്യേണ്ട കർമ്മങ്ങൾ 4 കാലഘട്ടങ്ങളിലും ചെയ്യേണ്ടത് ചെയ്തിട്ട് പുരുഷാർത്ഥങ്ങൾ, അതാണ് ധർമ്മമർത്ഥ കാമ മോക്ഷങ്ങളെ പാലിച്ച് അങ്ങനെ അവർ ഈ ഭൗതിക ലോകത്ത് ജീവിച്ച് മോക്ഷത്തിന് യോഗ്യമായി തീരാൻ വേണ്ടിയിട്ട്, ആ ഒരു നിർമ്മലരായി തീരാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ പുരുഷാർത്ഥങ്ങൾ, ഈ 4 ആശ്രമങ്ങൾ ഒക്കെ പറയുന്നത്. അത് നമ്മുടെ വേദങ്ങളിലാണ് പറയുന്നത്. അതെന്തിനാണ്? ഭൗതിക ജീവിതം നയിക്കുന്ന നമുക്കൊക്കെ ഈ ഒരു തലത്തിലേക്ക് മനസ്സെത്താൻ പറ്റിയില്ലെങ്കിലും 4 കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ ചെയ്തിട്ട് അപ്പോൾ കാലഘട്ടങ്ങളെ വേർതിരിച്ചു. ആ വേർതിരിവൊക്കെ നമുക്കാണെന്ന് മനസ്സിലായോ? അപ്പോൾ വേർതിരിച്ച് അതുപോലെ ധർമ്മമർത്ഥ കാമ മോക്ഷമാകുന്ന പുരുഷാർത്ഥങ്ങളെ പാലിച്ച് ജീവിച്ച് മോക്ഷത്തിലേക്ക് യോഗ്യമാകുന്ന നിഷ്കളങ്കമായ നല്ലൊരു ജന്മത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ അങ്ങനെ ജീവിക്കാൻ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ഭഗവത് ഭക്തന്മാർ കാലത്തിലും സമയത്തിലും ഒന്നും പെടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സത്സംഗം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് ഒരു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. 28 എല്ലാം റെഡി ആക്കിയോ?